ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ താൻ പറഞ്ഞൊക്കെ അവൻ കേട്ടു എന്ന് മനസ്സിലായതും തനു എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നുപോയി. താൻ പറഞ്ഞൊക്കെ അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ആൾ അവനെ നോക്കിയൊരു വിളറിയ ചിരിയിരിച്ചു. ദത്തനൊരു പുഞ്ചിരിയോടെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവരുടെ അരികിലേക്ക് നടക്കുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ ഒരു തിരശീലയിൽ എന്ന പോലെ കടന്നു വന്നു. താൻ ഇന്ന് അനിയത്തിയുടെ കൂടെയാണ് നിൽക്കുന്നതെന്ന് അപ്പച്ചി പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് താൻ ഇങ്ങോട്ട് പുറപ്പെട്ടത്. അവളെ ഒന്ന് കാണാതെ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന അവസ്ഥയായിരുന്നു. അവളെ കണ്ട് കൈയോടെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് കരുതി തന്നെയാണ് മുറ്റത്തേക്ക് കാറ് കയറ്റിയത്. ഉമ്മറത്തേക്ക് കയറി കോളിംഗ് ബെല്ലടിക്കാൻ തുടങ്ങിയപ്പോഴാണ് വാതിൽ ചാരിയിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലായത്. അപ്പോഴും അകത്തേക്ക് കയറാനൊന്നും മടിച്ചിരുന്നു. രേവതി എന്ന സ്ത്രീയെ കാണേണ്ടി വരുന്ന തോന്നൽ തന്നെയായിരുന്നു അതിന് കാരണം. പെട്ടെന്നാണ് ആരോ ദേഷ്യപ്പെടുന്ന പോലെ തോന്നിയത്. അങ്ങനെയാണ് അകത്തേക്ക് കയറി വന്നത്. ഹാളിലേക്ക് കയറിയപ്പോഴാണ് ഈ മുറിയിൽ നിന്നുമാണ് ശബ്ദം കേൾക്കുന്നതെന്ന് മനസ്സിലായത്. ആ നിമിഷമാണ് തനുവിന്റെ നാവിൽ നിന്നും താൻ അവളെ സ്നേഹിച്ചുകൊണ്ടാണ് വിവാഹം ചെയ്തെന്ന വാക്കുകൾ പുറത്തേക്ക് വന്നത്. ഒരു നിമിഷം ആ വാക്കുകൾ തന്റെ ഹൃദയത്തെ തന്നെ കുളിരണിയിച്ചിരുന്നു. അവളുടെ അനിയത്തിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും താൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ അംഗീകരിച്ച പോലെയാണ് ആ വാക്കുകൾ തനിക്ക് തോന്നിയത്. ഓർമ്മയിൽ നിന്നും തിരികെ വന്ന ദത്തൻ അവരെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. തങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്ന ദത്തനെ കണ്ടതും കുഞ്ഞൊരൽപ്പം ഭയത്തോടെ തനുവിനോട് ചേർന്ന് നിന്നു. ആഹാ, അപ്പൊ ഇതാണല്ലേ തനുവിന്റെ അനുജത്തി? അവരുടെ അരികിലേക്ക് വന്നു നിന്ന് കുഞ്ഞുവിന്റെ നെറുകിലും തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു. തനുവും കുഞ്ഞു അവനെ പകപ്പോടെ നോക്കി നിന്നു. എന്താ മോളെ, ഏണ്ണ കണ്ടിട്ട് പേടിയൊന്നുണ്ടോ? അവളുടെ മുഖഭാഗം കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. അത് അവളെന്തോ പറയാൻ തുടങ്ങിയെങ്കിലും അവൾക്ക് അവനോട് സംസാരിക്കാനുള്ള വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. പേടിക്കണ്ട കേട്ടോ, ഏട്ടനൊരു പാവ. മോള് പേടിക്കുന്ന പോലെ ഒന്നുമില്ല. മോളുടെ ചേച്ചി ഇഷ്ടപ്പെട്ട് തന്നെയാ ഏട്ടൻ കല്യാണം കഴിച്ചത്. അവൻ കുഞ്ഞുവിനെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. തനു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. കള്ളം പറയുമ്പോൾ ഒരു മയത്തിലൊക്കെ പറയണ്ടേ എന്നാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത്. അത് മനസ്സിലായതുപോലെ അവൻ അവളെ നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. എന്നാൽ അവന്റെ ആ മറുപടി കുഞ്ഞുവിൽ വല്ലാത്തൊരു ആശ്വാസമാണ് നിറച്ചത്. അതുവരെ കാർമേഘം മൂടിക്കെട്ടിയെന്ന പോലെയുള്ള അവളുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വിടർന്നു. അവൾ സന്തോഷത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ അവളുടെ കവിളിൽ പതിയെ ഒന്ന് തട്ടിക്കൊടുത്തു. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയൊക്കെ കുറഞ്ഞോ? അവൻ ചോദിച്ചു കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആ, നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഫ്രണ്ട്സായിട്ട് കളിക്കാൻ നിൽക്കണ്ട ഏടല്ലോ. ഒരു സഹോദരന്റെ ആകുലതയോടെ അവൻ പറഞ്ഞതും കുഞ്ഞുവിന്റെ മുഖത്ത് അവനോടുള്ള സ്നേഹം തെളിഞ്ഞു. അവൾ സന്തോഷത്തോടെ തനുവിനെ നോക്കിയതും അവളുടെ മുഖത്ത് നിർവികാരതയായിരുന്നു. അത് മനസ്സിലായതുപോലെ ദത്തന്റെ മുഖമൊന്ന് വാടി. എങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവൻ അവരോട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നു. അല്ല, ഞാൻ വന്നപ്പോൾ രണ്ടുപേരും ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? അവന്റെ ചോദ്യം കേട്ടതും അതുവരെ സന്തോഷത്തോടെ നിന്നിരുന്ന കുഞ്ഞുവിന്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു. അവൾ ദയനീയമായി തനുവിനെ നോക്കിയതും അവളൊന്നും മിണ്ടാതെ ജനലിന്റെ അടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി നിന്നു. എന്തു പറ്റി മോളെ? അവളുടെ മുഖത്ത് വിഷാദം കണ്ടതും അവൻ സംശയത്തോടെ കുഞ്ഞുവിന്റെ മുഖത്തേക്ക് നോക്കി. അത് ചിറ്റ. ആൾ രേവതിയെ കുറിച്ച് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവന് കാര്യം മനസ്സിലായി. രേവതിയുടെ കാര്യം കുഞ്ഞുവിനോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അവന് മനസ്സിലായി. അവൻ തനുവിന്റെ മുഖത്തേക്ക് നോക്കി. തന്നെ നോക്കാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ. മോള് കുറച്ചു നേരം പുറത്തുനിന്നിരിക്കേ, ഏട്ട മോളുടെ ചേച്ചിയുടെ രഹസ്യം പറയട്ടെ. അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അവൾ പോയി എന്നുറപ്പായതും അവൻ തനുവിന്റെ അരികിലേക്ക് ചെന്നു. തനു. അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവൻ വിളിച്ചതും പുറത്തേക്ക് നോക്കിക്കൊണ്ടുന്ന തനു നിറഞ്ഞ കണ്ണുകളോട് അവനെ തിരിഞ്ഞു നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവന്റെ നെഞ്ചിലെന്തോ കൊളുത്തി പിടിക്കുന്ന പോലെ തോന്നി. നാളുകൾക്ക് മുന്നേ പ്രതികാര ചിന്തയാൽ ഈ കണ്ണുകൾ നിറയണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ കണ്ണുകളിൽ നിന്നും ഒരു ചെറുതുള്ളി കണ്ണുനീരെങ്കിലും പുറത്തേക്ക് ഒഴുകിയിറങ്ങിയാൽ തന്റെ നെഞ്ചാണ് നീർന്നെന്ന് അവൻ വേദനയോട് ഓർത്തു. എന്താ തനു, എന്നേ താനിങ്ങനെ കരയുന്നത്? അവൻ അവിടെ ഇരുത്തോളിലും പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്ക് അവൾ സങ്കടം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ഇരുകൈകൾ കൊണ്ട് മുഖം മൂടി വെച്ച് വിങ്ങിക്കരയുന്ന തനുവിനെ അവൻ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. എന്താടാ, എന്തിനാണ് വിഷമിക്കുന്നത്? എന്താണെങ്കിലും എന്നോട് പറയേ, അവൻ ചോദിച്ചു. അവൾ മുഖമുയർത്തി അവനെ ദയനീയമായി നോക്കി. ചിറ്റ പറഞ്ഞു എന്നോട് കുഞ്ഞിനെ കൊന്ന ചിറ്റ തന്നെയാണെന്ന്. ഇവിടെ വന്നു കയറിയ നിമിഷം വരെ എനിക്കൊരു ചെറു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതും നഷ്ടപ്പെട്ടു. അവൾ കണ്ണീരോടെ പറയുന്ന കേട്ടതും അവനോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടു. പോട്ടെ, സാരമില്ല, ഇതൊക്കെ നമ്മൾ അറിഞ്ഞു കാര്യം തന്നെയല്ലേ. അവനോളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരമ്മയ്ക്ക് എങ്ങനെയാ സ്വന്തം കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് അതിന് സാധിക്കുമോ? അവൾ നിറകണ്ണുകളോട് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സ്വന്തം സ്വാർത്ഥയ്ക്ക് വേണ്ടി ഇതും ഇതിലപ്പുറം ചെയ്യുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. താൻ കേട്ടിട്ടില്ലേ, കാമുകന്റെ കൂടെ പോകാൻ വേണ്ടി സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തെന്ന്? അതുപോലെ തന്നെ ഇതും.
അവൻ അവളുടെ തോൾ തട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. എന്നാലും എന്റെ ചിറ്റ. അവൾ വീണ്ടും രേവതിയെ കുറിച്ച് എന്തോ പറയാൻ തുടങ്ങിയതും അവനവളുടെ ചുണ്ടിന് കുറുകെ കൈവച്ചു. ഇനി നീ ആ സ്ത്രീയെ കുറിച്ച് ഒരു വാക്കുപോലും എന്നോട് സംസാരിക്കരുത് തന്നു. ഒരുപക്ഷെ എനിക്കത് കേൾക്കാൻ കഴിഞ്ഞതുമില്ല. അവരുടെ പേര് കേൾക്കുന്ന പോലെ എനിക്ക് വെറുപ്പാ. അവർ കാരണം എൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് എത്രയാണെന്ന് എനിക്കറിയില്ല. ഇന്നും അതിന്റെ വേദനയിൽ ഉരുകി കഴിയുന്നവരാ മനക്കിലെ ഓരോരുത്തരും. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ പിന്നെ ഒന്നും പറയാതെ മൗനമായി നിന്നു. പെട്ടെന്നാണ് താൻ ദത്തന്റെ നെഞ്ചിലാണ് ചാരി നിൽക്കുന്നതെന്ന ചിന്ത അവൾക്കുണ്ടായത്. ഈശ്വര. അവൾ ഞെട്ടലോടെ അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചു. അവൻ അതേ സ്പീഡിൽ തന്നെ അവളെ വലിച്ച് വീണ്ടും തന്നെ നെഞ്ചിലേക്ക് ഇട്ടു. വീണ സ്പീഡിൽ അവളുടെ ചുണ്ടുകൾ അവന്റെ നെഞ്ചിലമർന്നു. അതുകൂടെ ആയത് അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അടങ്ങി നിൽക്കടി അവളെ. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് പറഞ്ഞു. അവളൊരു നിമിഷം നിശ്ചലയായി. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ കഴുത്തിന് ചുറ്റും ചുണ്ടുകൾ ചലിപ്പിച്ചു. അതേസമയം അവളുടെ മനസ്സിലേക്ക് ദത്തൻ ആദ്യമായി തന്റെ ദേഹത്ത് അധികാരം സ്ഥാപിച്ച നിമിഷമാണ് കടന്നു വന്നത്. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും ഇന്നും തന്നിലൊരു പേടി സ്വപ്നമായി നിൽക്കുന്ന ആ ദിവസങ്ങൾ. ആ ഓർമ്മയിൽ പോലും അവളൊന്ന് വിറച്ചുപോയി. അവനെ ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് ഭയത്തോടെ നിന്നു. അവളുടെ അനക്കമൊന്നും കാണാതെയായതും അവൻ പതിയെ മുഖമുയർത്തി അവളെ നോക്കി. കണ്ണുകൾ മുറുക്കി അടച്ച് വിറയലോടെ നിൽക്കുന്നവളുടെ മുഖത്തെ പേടി കണ്ടതും അവനെ നെറ്റിച്ചുളിഞ്ഞു. അവളുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് ചിന്തയായിരിക്കും എന്ന് മനസ്സിലായതും അവൻ തന്നെ 2 വിരലുകൾ കൊണ്ട് നെറ്റിയിലൊന്ന് ഒഴിഞ്ഞു. ശേഷം പതിയെ നെറുകയിലൊന്ന് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ അവളിൽ നിന്ന് അകന്നു മാറി. പെട്ടെന്ന് അവൻ അകന്നു മാറിയതും അവൾ ഞെട്ടലോടെ മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും അവനൊരു കുസൃതി ചിരിയോടെ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അതുകൂടെ ആയതും അവൾ പിന്നെ അവൻ നോക്കാതെ തിരിഞ്ഞു നിന്നു. അല്ല തനു, കുഞ്ഞുവിനോട് എന്നെ കുറിച്ച് പറയുമ്പോ നീ എന്നെ എന്തോ ഒരു അഭിസംബോധന ചെയ്തല്ലോ. എന്താ അത്? ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൻ പറഞ്ഞിട്ട് അവൾ ഒരു നിമിഷം ചിന്തിച്ചു. ദേവേട്ടനെ ചേച്ചി ഒരുപാട് ഇഷ്ടമായിരുന്നു മോളെ, അതാ കല്യാണം കഴിച്ച്. അവളുടെ മനസ്സിലേക്ക് അവളുടെ തന്നെ വാചകങ്ങൾ കടന്നു വന്നു. നാവ് കടിച്ചുകൊണ്ട് അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. എന്തേ, ഓർമ്മ വന്നോ? അവൻ ചോദിച്ചു കേട്ട് അവൾ ജാളിതയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. സത്യം പറഞ്ഞ നിന്റെ നാവിൽ നിന്ന് ഒന്നുകൂടി ആ വിളി കേൾക്കാൻ കൊതിയാവുക. അവൻ പറഞ്ഞിട്ട് അവനോട് തിരിച്ചെന്തോ മറുപടി വരാൻ തുടങ്ങിയ സമയത്താണ് വാതിൽക്കൽ നിൽക്കുന്ന ആളിൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞത്. ഒരു നിമിഷം കണ്ണിൽ വെച്ച് കയറിയ ദേഷ്യത്തോടെ അവൾ മുഖം തിരിക്കുമ്പോൾ വാതിൽക്കൽ നിന്ന ചിറ്റയുടെ കണ്ണിൽ നിന്നും അറിയാത്തന്നെ 2 തുള്ളി കണ്ണുനീര് ഒഴുകിയിറങ്ങി. തനുവിന്റെ മുഖഭാവം മാറിയത് കണ്ടാണ് ദത്തനും വാതിൽക്കിലേക്ക് തിരിഞ്ഞു നോക്കിയത്. അവിടെ തങ്ങളെ കണ്ണെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന രേവതിയെ കണ്ട് അവന്റെ കണ്ണുകൾ കുറുകി. മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. അവൻ അവരെ വർദ്ധിച്ച ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമോ? എന്തോ പറയാനായി അകത്തേക്ക് കയറി രേവതി തനുവിന്റെ വാക്കുകൾ കേട്ട് അവിടെ തന്നെ തറഞ്ഞിന്ന് പോയി. മോളെ അവരിറച്ചയോടെ വിളിച്ചുവെങ്കിലും അവൾ അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല. പ്ലീസ്. അവൾ ദത്തന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാചനയോടെ പറഞ്ഞു. അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. വാ. അവൻ അവളെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞു ഭാഗത്തേക്ക് കയറി വന്നിരുന്നു. രേവതിയുടെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് എന്തുകൊണ്ടോ മടി തോന്നി. ചേച്ചി പോവാണോ? കുഞ്ഞുവിന്റെ ദയനീയമായ ചോദ്യം കേട്ടതും അവൾ നിസ്സഹായതയോടെ കുഞ്ഞുവിനെ നോക്കി. അവളെ കൂടി കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. എങ്കിലും ശ്രീദേവിയുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് ഓർത്തുകൊണ്ട് അവൾ അതിന് മടിച്ചു. തന്നോട് മോശമായി പെരുമാറുന്നവർ ഉറപ്പായിട്ടും തന്നെ കുഞ്ഞിനെയും വെറുതെ വിടില്ല. അങ്ങനെ വന്നാൽ അവൾക്കത് സഹിക്കാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥയിൽ അവളുടെ മനസ്സിനെ തട്ടുന്ന വേദന ഉണ്ടാവരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ട് ഇന്ന് അവൾ വേദനിച്ചു. അവൾ ഓർത്തുകൊണ്ട് ദത്തനെ നോക്കിയതും അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. മോള് വരുന്നോ ഞങ്ങളുടെ കൂടെ? ദത്തൻ ചോദിച്ചു. ഒരു നിമിഷം രേവതി ഞെട്ടിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും അവന്റെ ചുണ്ടിലൊരു പൂച്ചച്ചിരി തെളിഞ്ഞു. അവർ ദയനീയമായി കുഞ്ഞുവിനെ നോക്കി. കുഞ്ഞുവിന്റെ കണ്ണുകൾ ആ നിമിഷം ദത്തനിലും രേവതിയിലുമായി മാറി മാറി പതിഞ്ഞു. പറയുമോളെ, മോള് വരുന്നോ ഏട്ടനെയും ചേച്ചിയുടെയും കൂടെ? അവൻ അവിടെ അരികിലേക്ക് ചെന്ന് കുഞ്ഞിന്റെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അത് ഏട്ടൻ ഞാൻ വേണ്ട. കുഞ്ഞു എന്തോ പറയാൻ തുടങ്ങിയതും തനുവിന്റെ ശബ്ദം ഉയർന്നു കേട്ടു. ദത്തനും കുഞ്ഞുവും ഞെട്ടിലോടെ അവൾ നോക്കിയപ്പോൾ രേവതിക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നിയത്. അതെന്താണോ മോള് നമ്മുടെ കൂടെ കൂട്ടുന്നതിൽ തനിക്കെന്താ വിരോധം? അല്ലെങ്കിൽ തന്നെ ഇനി ഇവിടെ നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് സേഫ് അവൾ നമ്മുടെ കൂടെ നിൽക്കുന്നല്ലേ? രേവതി ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവൻ തനുവിനോടായി പറഞ്ഞു. അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. അപ്പോഴേക്ക് രേവതി ഇനിയൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആർ പോകുന്ന നോക്കിയെന്ന തനു തിരിഞ്ഞ് ദത്തനെയും നോക്കി. അവന്റെ മുഖത്ത് തെളിഞ്ഞാണെന്ന ദേഷ്യം കണ്ടതും അവൾ അവനെ തന്നെ നോക്കിയെന്നു. ചേച്ചി പറഞ്ഞാൽ ശരിയേട്ടാ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ ശരിയാവില്ല, കുഞ്ഞു പറഞ്ഞു. ദത്തൻ നെറ്റി വിളിച്ചുകൊണ്ട് അവളെ നോക്കി. ഒരു നിമിഷം കഴിഞ്ഞതും അവന്റെ നോട്ടം തനുവിന്റെ നേർക്ക് നീണ്ടു. എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അവർ ഞങ്ങളുടെ ചിറ്റയാ. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കാലം മുതൽ ഞങ്ങൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് പൊന്നുപോലെ നോക്കുന്ന ചിറ്റ. ഇതുവരെയും ഞങ്ങളോട് കാണിച്ച ആ സ്നേഹത്തിൽ കളങ്കുള്ളതായി തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒറ്റക്കായി പോകാൻ കഴിയില്ല. അതുമാത്രമല്ല വേറെയും കാരണമുണ്ട്. അതവൾ കുറച്ച് പതിയാണ് പറഞ്ഞ്.
അവന്റെ മുഖം ഇരുണ്ടുവരുന്നു, ദേഷ്യം കടിച്ചു പിടിക്കുന്നൊക്കെ അവൾ വ്യക്തമായി കണ്ടു. അവൾ പിന്നെ ഒന്നും മിണ്ടാ മുഖം കുനിച്ച് നിന്നതേ ഉള്ളൂ. അവനവളെ നോക്കാ കുഞ്ഞുവിന്റെ അരികിലേക്ക് നടന്നു നിന്നു. ഏട്ടൻ പോട്ടെ, എന്താവശ്യമെങ്കിലും വിളിക്കണം. ഒരു വിളിപ്പാടൽ തന്നെ ഏട്ടനുണ്ട്. അവളുടെ നെറുകിലും തലോടി തനുവിനെ നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ മുറിയുടെ വാതിൽക്ക് നിന്നുകൊണ്ട് തന്നെ ദയനീയമായി നോക്കുന്ന രേവതിയെ അവൻ രൂക്ഷമായി നോക്കി. ശേഷം പതഞ്ഞു പോകുന്ന ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചേച്ചി പോട്ടെ മോളെ. മുറിയിൽ കുഞ്ഞുവിനെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. അവളൊരു വിളറിയ പുഞ്ചിരി മറുപടിയായി നൽകി. മോളെ കൂടെ കൊണ്ടുപോകത്തില് മോൾക്ക് ചേച്ചിയോട് ദേഷ്യമുണ്ടോ? അവൾ കുഞ്ഞിയുടെ താടിൽ പിടിച്ച് മുകളിൽ പോയിരുത്തിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒരിക്കലും ഇല്ല ചേച്ചി. ഒന്നല്ലെങ്കിൽ നമ്മുടെ ചിറ്റയല്ലേ, ഞാൻ കൂടി വന്ന ചിറ്റ പിന്നെ ഇവിടെ ഒറ്റക്കായി പോവും, എനിക്കതറിയാം. കുഞ്ഞുവിന്റെ പക്വതയോടുള്ള വാക്കുകൾ കേട്ടതും തനുവിന്റെ മുഖത്തൊരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അതെ, മോള് പറയാൻ ശരിയാ. പണ്ട് എത്രയൊക്കെ തെറ്റിയതിരുന്നെന്ന് പറഞ്ഞാലും നമുക്ക് അറിവച്ച കാലം മുതൽ നമ്മുടെ സ്നേഹനിധിയായ ചിറ്റയാണ് അവര്. ഇന്ന് വരെ അവർ നമ്മളോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. സ്വന്തം മക്കളോട് എന്ന പോലെ പൊന്നുപോലെ തന്നെയാണ് നോക്കിയത്. അപ്പൊ പിന്നെ നമുക്കെങ്ങനെയാ ചിറ്റയെ ഉപേക്ഷിക്കാൻ കഴിയാ? ആൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കുഞ്ഞുവിനെ നോക്കി ദയനീയമായി ചോദിച്ചു. കുഞ്ഞവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എനിക്ക് മനസ്സിലാവും ചേച്ചി, സാരില്ല, ചേച്ചി ഇപ്പോൾ പൊയ്ക്കോ, എന്നുണ്ടെങ്കിലും ഞാൻ വിളിക്കാം. ആൾ തനുവിനോടായി പറഞ്ഞു. തനുവളുടെ നെറുകിലും തലോടി നെറ്റിയിൽ പതിയൊന്ന് ചുണ്ടുകൾ ചേർത്തു. ചേച്ചി പോയിട്ട് വരാം. ആളോട് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ തനു തന്നെ ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കുന്ന രേവതി കണ്ടൊന്ന് പതറി. എന്തിനാ ചിറ്റേ ഇത്രയും വലിയൊരു മഹാഭാവം ചെയ്ത്? അതൊരു പിഞ്ചു കുഞ്ഞല്ലായിരുന്നോ? അത് നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞ്. എങ്ങനെ തോന്നി ചിറ്റയ്ക്ക്? കേട്ട് നിൽക്കുന്ന എനിക്ക് പോലും സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നില്ല, പിന്നെ അനുഭവിച്ച അവരെങ്ങനെ ഇത് സഹിക്കും? ആളുടെ ഹൃദയം രേവതിയെ നോക്കി അലമുറയിട്ടു. അത് മനസ്സിലായി എന്ന പോലെ രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തനു ഒന്നും മിണ്ടാ പുറത്തേക്ക് ഇറങ്ങി. മുറ്റത്തിട്ടിരുന്ന കാറിന്റെ ബൗണ്ടിൽ ചാനൽക്കും ദത്തിനെ കണ്ടതും അവൾ അവനെ ഒന്ന് നോക്കി. ആ സമയം തന്നെയാണ് അവന് മുഖമുയർത്തി അവളെ നോക്കിയത്. ആകെ തളർന്ന് വാടിക്കുഴഞ്ഞു നിൽക്കുന്നവളെ കണ്ടതും അവന്റെ ഹൃദയം ഒന്ന് പിടച്ചു. വല്ലാത്ത വേദന തോന്നി. സ്വന്തം ചിറ്റയുടെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിഞ്ഞതിന്റെ ഷോക്ക് അവളിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. അവനൊന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. തന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദത്തിനെ നോക്കിയ ശേഷം അവൾ പിന്നാലെ വന്ന കുഞ്ഞുവിനോട് ഒന്നുകൂടി യാത്ര പറഞ്ഞുകൊണ്ട് വേഗം ദത്തിന്റെ കാറിലേക്ക് കയറിയിരുന്നു. കുഞ്ഞുവിനെ നോക്കി ഒന്നുകൂടെ തലയാട്ടിയ ശേഷം അവനും ചെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. കാറ് റിവേഴ്സ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിൽക്ക് നിൽക്കുന്ന കുഞ്ഞുവിനെ അവരിരുവരും വാത്സല്യത്തോടെ നോക്കി. മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ദത്തിന്റെ മുഖത്ത് പ്രകടമായി നിൽക്കുന്ന ദേഷ്യം അവനെ നോക്കാതെ തന്നെ തനുവിന് മനസ്സിലായിരുന്നു. ചിറ്റ ഒറ്റക്കായതുകൊണ്ട് മാത്രമല്ല ഞാൻ കുഞ്ഞുവിനെ അവിടെ തന്നെ നിർത്തിയത്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം പുറത്തേക്ക് നോക്കിക്കൊണ്ട് തനു പറഞ്ഞു. ദത്തിന് അവളെ സൂക്ഷിച്ചു നോക്കി. ശ്രീദേവി ആന്റി. അവന്റെ നോട്ടം കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നിർവികാരതയോടെ പറഞ്ഞു. അവളുടെ മറുപടി കേട്ട് ദത്തൻ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവളൊന്ന് നോക്കി. ദത്തിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് തനുവും കുഞ്ഞും കൂടെ രേവതിക്ക് വേണ്ടി സംസാരിച്ചെന്നെ അവനൊട്ടും ഇഷ്ടമായിരുന്നില്ല. അതിന്റെ കൂടെ ഇപ്പോൾ ശ്രീദേവിയെ കൂടെ തനു ഇതിന്റെ ഇടയിലേക്ക് വലിച്ചിരുന്ന് അവന് വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അമ്മയോ? അതിന് അമ്മ നിന്റെ അനുജത്തി എന്ത് ചെയ്യാനാ? എന്താ ചെയ്യാത്ത? പെട്ടെന്നുള്ള അവളുടെ മറുപടി അവൻ കാർ സൈഡിലേക്ക് ഒതുക്കിർത്തിക്കൊണ്ട് സംശയത്തോടെ അവളെ നോക്കി. ഞാൻ ആ വീട്ടിലേക്ക് വന്നു കയറിയ കാലം മുതൽ ശ്രീദേവി ആന്റിനോട് പെരുമാറുന്ന രീതി നിങ്ങൾ കാണുന്നതല്ലേ? നിങ്ങളെപ്പോലെ തന്നെ ഒരു തെറ്റും ചെയ്യാതെ തന്നെ നിങ്ങളുടെ അമ്മയെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെറ്റുകൾ മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ അമ്മയെ യാതൊരു കാരണവുമില്ലാതെ ഇപ്പോഴും ഓരോന്നും പറയാൻ കുത്തി നോയിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പം ഞാൻ തിരികെ ചെന്ന് കയറുമ്പോൾ പോലും അവർ ഓരോന്നും പറഞ്ഞ് വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളൊരിടത്തേക്ക് ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവരും? അതോടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ അമ്മ പറയുന്ന കുത്തുവാക്കുകൾ കേട്ട് ഞാൻ സഹിക്കുന്ന പോലെ എൻ്റെ കുഞ്ഞിനെ സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ചിലപ്പോൾ അത് അവളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കും. അതൊക്കെ കൊണ്ടാ ഞാൻ അവളെ നമ്മളോടൊപ്പം കൂട്ടാത്തത്. അവൾ പറഞ്ഞു നിർത്തിയതും അവൻ മറുപടിയില്ലാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവൾ പറഞ്ഞൊക്കെയും ശരിയാണ്. തെറ്റുകൾ മനസ്സിലാക്കി താൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അമ്മ ഇപ്പോഴും പഴയപടി തന്നെയാണ്. അതിനിടയിലേക്ക് ആ കുഞ്ഞിനെ കൂടി കൊണ്ടുവന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ദോഷമേ ചെയ്യൂ. ആൾ പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ അവൻ അവളുടെ വലം കൈയിലൊന്ന് അമർത്തി പിടിച്ചു. തന്നെ നോക്കുന്നവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന നീർത്തിളക്കത്തിൽ നിന്ന് തന്നെ അവൾ അനുഭവിക്കുന്ന മാനസിക വ്യത എത്രത്തോളം വലുതാണെന്ന് അവന് മനസ്സിലായിരുന്നു. അവളോട് കൂടുതലൊന്നും പറയാതെ കാറ് മുന്നോട്ടെടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ദത്തിന്റെ കാറ് മനക്കിലെ മുറ്റത്ത് വന്ന് നിർത്തുമ്പോൾ ഉമ്മർത്തന്നെ ശ്രീദേവി രാജേശ്വരി ഉണ്ടായിരുന്നു. ദത്തിന്റെ കൂടെ ഡോർ തുറന്നിറങ്ങുന്ന തനുവിനെ കണ്ടതും ശ്രീദേവിയുടെ മുഖം ഇരുണ്ടു. ഉഫ്, നാശം, പിന്നെയും കെട്ടിയെടുത്തോ? പോയപ്പോ ആ പോക്കുപോയിന്ന് കരുതിയതാ. ആൾ നടന്നു വരുന്ന കണ്ട് ശ്രീദേവി പതിയെ പിറുവിറുത്തവും രാജേശ്വരി അവരെ രൂക്ഷമായി നോക്കി. തനു ദത്തിന്റെ ഭാര്യയാണ് എടുത്തി, എങ്ങോട്ട് പോയാലും അവന്റെ അടുത്തേക്ക് തന്നെ തിരികെ എത്തും. അവര് നോക്കി അടക്കിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് രാജേശ്വരി ഒരു പുഞ്ചിരിയോടെ തനുവിന്റെ അരികിലേക്ക് വന്നു. പോയിട്ട് എന്നായി മോളെ? കുഞ്ഞുമോളെ കണ്ടോ? ആരുടെ ചോദ്യത്തിന് ആളൊന്ന് മൂളിയതേയുള്ളൂ. ആ, ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞിന്? സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചിറ്റേ, നന്നായിട്ടിരിക്കുന്നു.
ആൾ പറഞ്ഞു. അവരൊന്ന് തലയാട്ടി. ശേഷം ദത്തൻ കയറി വരുന്നുണ്ട് ഒരു കുസൃതിയോടെ ചിരിച്ചു. അല്ല മോളെ, മോളിന്ന് വരില്ലെന്ന് പറഞ്ഞിട്ട് ആൾ ദത്തനെ നോക്കി ചിരിച്ചുകൊണ്ട് തനുവിനോടായി ചോദിച്ചു. തനുവിന്റെ കണ്ണുകൾ പടി കയറി വരുന്ന ദത്തിന് നേർക്ക് നീണ്ടു. ഈ ചെക്കൻ മോളെ കൈയോടെ പൊക്കിക്കൊണ്ടുവന്നു അല്ലേ? മോള് വരില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് സൂപ്പർ ഫാസ്റ്റ് വിട്ട പോലെ ഇറങ്ങി ഓടിയപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു തിരികെ വരുമ്പോ മോള് എന്റെ കൂടെ കാണുമെന്ന്. രാജേശ്വരി അവൻ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. എന്താണ് ചെക്ക ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞ സത്യല്ലേ? മോളുടെ കൈ കൊണ്ട് ആരും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ റൂമിൽ പോയി കിടന്നവനില്ലേ നീ? ഇവളിവിടെ കാണാതെ കോഴി മുട്ടയിടാൻ നടക്കുന്ന പോലെ ഇവിടെയൊക്കെ വിരൽ പിടിച്ച് നടന്നില്ലേ? അവസാനം ഇവള് വരുന്നില്ലെന്ന് അറിഞ്ഞു ബാക്കി കേൾക്കാൻ കൂടി നിൽക്കാതെ ഇവിടുന്ന് ഇറങ്ങി ഓടിയവനല്ലേ നീ? രാജേശ്വരി പറഞ്ഞിട്ട് ദത്തൻ അവരുടെ കവിളിൽ പിന്നെ എന്റെ ഭാര്യ എന്റെ കൂടെയല്ലേ നിൽക്കേണ്ട അപ്പച്ചി, അതുകൊണ്ടാ അവളെ കൈയോടെ കൂട്ടിക്കൊണ്ടുവന്ന് അല്ലേടി ഭാര്യയെ. അവനവളെ നോക്കിയൊരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അതിന് മറുപടിയൊന്നും പറയാതെ അവന് വെറുതെ ഒന്ന് നോക്കിയതേയുള്ളൂ. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അവളെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.